ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്കുള്ള സ്നേഹവും വന്ദനവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിലെ യെശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: ഇന്നു മുതൽ പുതിയത്, നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് ഞാൻ കേൾപ്പിക്കുന്നു. അപ്പൊ ഇന്നു മുതൽ ഇതുവരെയും കേട്ടിട്ടില്ലാത്തത് ഇന്നു മുതൽ നീ പുതിയത്, നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് കേൾപ്പിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അത് നമ്മൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ സഹായിക്കും. ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക, നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത്, നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. ഞാനത് അറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ല ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസത്തിനു മുൻപേ ഇന്നേ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ല ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസത്തിന് മുൻപേ നീ അതിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം ജീവിതത്തിലുണ്ടാകും. എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു, എത്രയോ പ്രാവശ്യം ഹല്ലേലൂയ മുഴങ്കാൽമേൽ ഇരുന്നു, എല്ലായിടത്തും പോയി ദൈവശബ്ദം കേട്ടു, ദൈവാലോചനയൊക്കെ കേട്ടിട്ടും എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഒരു മറുപടി കിട്ടാത്തതെന്ന് ഓർത്ത് വേദനപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലായിരിക്കും ഒരു പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ ഈ പറയുന്ന വചനം ശ്രദ്ധിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം വലിപ്പമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്: സകലത്തെ അവന്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നു. നിന്റെ ഭാരം എത്ര വലുതാണെന്നുള്ളതല്ല, നിന്റെ പ്രയാസം എത്ര വലുതാണെന്നുള്ളതല്ല, ആ പ്രയാസമേറിയ ഘട്ടത്തിലും ഹല്ലേലൂയ നിന്നെ വഹിക്കുന്ന, നിന്റെ കുടുംബത്തെ വഹിക്കുന്ന, നിന്നെ ചിറയിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നതായ ആ ദൈവത്തിന്റെ കരം എത്ര ശ്രേഷ്ഠമാണെന്ന് ഈ ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇന്നേ വരെ നീ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ടില്ലാത്തത് ഹല്ലേലൂയ കേൾക്കുവാനും കണ്ടിട്ടില്ലാത്ത കാണുവാനും ഇടയാക്കി തീർക്കും. ഞങ്ങൾ 2000-ൽ കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ 2000-ൽ ആഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിൽ ഇറങ്ങുവാൻ ഇടയായി തീർന്നത്. ആ ഇറങ്ങുന്ന സമയത്ത് കർത്താവ് ഇങ്ങനെ ഞങ്ങളോട് സംസാരിച്ചു: ഏറ്റവും അത്ഭുതമേറിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രിയ സഹോദരി ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. ആ വീട്ടില് 3 മക്കളുണ്ട്. ആ 3 മക്കളുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. മൂത്ത മോൾക്ക് 42 വയസ്സ്. അതിന്റെ ഇളയ 2 ആൺകുട്ടികളുണ്ട്. ഒരാൾക്ക് 37 ഒരാൾക്ക് 35 വയസ്സ്. ഇത്രയും 3 പേര് വിവാഹിതരാകാതെ ഭാരപ്പെട്ട കുടുംബത്തിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദൈവത്തിൻ്റെതായ മഹത്വം അവിടെ വെളിപ്പെടുവാൻ തക്കോണം ദൈവം ഇടയാക്കി തീർത്തു. 1 മാസത്തിനുള്ളിൽ ആ പ്രിയ സഹോദരിയുടെ കല്യാണം നടക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന് ഞാൻ കടന്നുപോയി. കല്യാണ സമയത്ത് ഞാൻ പോയില്ല, എൻഗേജ്മെന്റിന് കടന്നു പോകാൻ ഇടയായി തീർന്നു. ആ എൻഗേജ്മെന്റിന്റെ സമയത്ത് ഹല്ലേലൂയ ഇത്രയും ശ്രേഷ്ഠമായത് കർത്താവ് എവിടെയാ കരുതി വെച്ചതെന്ന് അറിയത്തക്കവണ്ണം ഈ 42 വയസ്സുള്ള പെണ്ണിന് കർത്താവ് ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പയ്യനെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. അവിടെ പ്രായത്തിനനുസരിച്ച് നല്ല യങ്ങായ നല്ല ഒരു പയ്യനെ കർത്താവ് ഒരുക്കി കൊടുത്തു. ഇപ്പോൾ അവൾക്ക് 17 വയസ്സുള്ള ഒരു മോളുമുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഉള്ള ഒരു ചെറിയൊരു സാക്ഷ്യമാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവം അലമുറയിട്ട് കരഞ്ഞാലും അല്ലെ ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം വലുപ്പമുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, സാറയോട് പറഞ്ഞത്, ഞാൻ നിനക്കൊരു ചിരി ഉണ്ടാക്കി തരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുവരെ സാറയ്ക്ക് ചിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. സാറയുടെ ജീവിതത്തിൽ ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ സാറയ്ക്ക് ഒരു കുഞ്ഞില്ലായിരുന്നു. അതായിരുന്നു അവൾക്ക് ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ നിനക്ക് ഞാനൊരു ചിരി ഉണ്ടാക്കി തരുമെന്ന്. കാരണം 90 വയസ്സുള്ള സാറയ്ക്ക് ഇനി എങ്ങനെ ചിരിക്കാനും? ദൈവത്തിൻ്റെതായ പ്രവൃത്തി ഹല്ലേലൂയ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നമ്മൾ ആ വചനത്തിന്റെ സാരം ഗ്രഹിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, എന്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. നമുക്കുള്ളതായ ജീവിതത്തിലുള്ളതായ എല്ലാ തക്കതുണകളെയും തലമുറകളെയും ഒക്കെ തന്ന് മാനിക്കുവാൻ എന്റെ ദൈവം ശക്തൻ. ഹല്ലേലൂയ. നമ്മളെ ആരെയും മറന്നുകളയുന്ന ഒരു ദൈവമല്ല. ഇന്ന് പകൽക്കാലം പലപ്പോഴും വേദനയോടെ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല,
അതുകൊണ്ടായിരിക്കും എനിക്ക് മറുപടി തരാത്തത്, എത്ര പ്രാർത്ഥിച്ചിട്ടും എന്താ എനിക്ക് മറുപടി നൽകാത്തത് എന്നൊരു പക്ഷെ ചോദിക്കും. അയ്യോ, എന്റെ വയസ്സ് 40 അടുത്താകാറായല്ലോ എന്നൊരു പക്ഷെ നിങ്ങൾ വേദനിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്നത്. 42 വയസ്സുള്ള ആ പെൺകൊച്ചിന് കർത്താവ് നല്ലൊരു വിവാഹം ഒരുക്കി കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം 42 48 ഒന്നും ദൈവത്തിനൊരു വിഷയമല്ല. കാരണം 99-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചത്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണെന്ന്. ആ സർവശക്തിയുള്ള കർത്താവ് ഹല്ലേലൂയ സർവ്വവല്ലഭനായി കൂടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ കരം അവിടെ ചലിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുക ആ 100 വയസ്സുള്ള അബ്രഹാമിന് എങ്ങനെയാണ് ഒരു സന്തതിയെ ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? 90 വയസ്സുള്ള സാറ ഇനി ഒരു കുഞ്ഞിനെ പ്രസവിക്കുമോ എന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ ആ യെശയ്യാ പ്രവചനം 48:18 പറഞ്ഞേക്കുന്നത്, അയ്യോ, നീ എന്റെ കൽപ്പന കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആക്കുമായിരുന്നു. ആ നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും നിന്റെ സമാധാനം നദി പോലെയും ഞാൻ തരും. ഹല്ലേലൂയ. ആ വീട്ടിലൊരത്ഭുതം, ഒരു വീട്ടിലൊരത്ഭുതം നടന്നെങ്കിൽ അതിൻ്റെതായ സന്തോഷം അവിടെ അലയടിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയും. ആ പ്രിയ സഹോദരി എന്നോട് പറഞ്ഞത്, ഞാൻ ഇനി വിവാഹിതയാകുന്നില്ല, ഇവിടെ ഒരു വീട് വെച്ച് മാറി ഞാൻ താമസിക്കാനിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. നല്ല ജോലിയുണ്ട്, എന്നാലും ആ പ്രിയ സഹോദരി പറഞ്ഞത്, എനിക്ക് വേണ്ട, ഇനി വിവാഹം ഇനി കഴിക്കുന്നില്ല, കാരണം സമയം കഴിഞ്ഞു പോയല്ലോ എന്നാണ്. അത് സമയമാകുന്നതേ ഉള്ളായിരുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരിക്ക് നല്ല ഒരു കുഞ്ഞിനെയും ദൈവം കൊടുത്തു, നല്ല കുടുംബജീവിതവും ദൈവം കൊടുത്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാറുണ്ട്, ഈ പട്ടണത്തിൽ തന്നെ അവരുണ്ട്. ദൈവത്തിൻ്റെതായ കരം കാണുവാൻ അവിടെ ഹല്ലേലൂയ കഴിഞ്ഞു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ എന്നാണ് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ഹല്ലേലൂയ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കൊന്നും കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം അത്ഭുതം പ്രവർത്തിച്ച ഒരു സാക്ഷ്യമാണത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ ആ റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇപ്രകാരമാണെന്ന് കാണുന്നത്. ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ ഒരു കാര്യം അസാധ്യമല്ല എന്ന് നമ്മൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ദൈവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. ഇത് അവനെ വിചാരിച്ച് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ വിചാരിച്ചും കൂടെ ഈ വചനം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ വളരെ ശക്തമായി പറയാ, ആ വാഗ്ദത്തത്തിങ്കൽ ഹല്ലേലൂയ സംശയിക്കാതെ, ദൈവം പറഞ്ഞ വാക്ക് എന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് സംശയിക്കാതെ അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിവാഹം താമസിക്കുകയാണെങ്കിൽ ഇപ്രകാരം പറയുക, എന്റെ ദൈവം എനിക്കൊരു സഖിയെ തരുന്നത്, അല്ലെ ഒരു ജീവിത പങ്കാളിയെ എനിക്ക് തരുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് എന്റെ അടുത്ത ഒരാൾ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാകും. ഹല്ലേലൂയ. ഒരിക്കലും ഹല്ലേലൂയ അബ്രഹാം വിചാരിച്ചില്ല എന്റെ ജീവിതത്തിൽ ഇനി ഒരു കുഞ്ഞുണ്ടാകുമെന്ന് അബ്രഹാം വിചാരിച്ചില്ല. ഇവിടെ അബ്രഹാം പറയുന്നത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്ത ദൈവം. അപ്പൊ അതുവരെ ഒരു ചിരി അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഐസാക്ക് എന്ന പേരിന്റെ അർത്ഥം ചിരി എന്ന. ആ ചിരി അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ആ ചിരി അവരുടെ ജീവിതത്തിലേക്ക് വരുവാൻ അല്ലെങ്കിൽ അവർ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അതുകൊണ്ടാണ്
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഒരു വിശ്വാസിയുടെ പിതാവായ അബ്രഹാം ഇങ്ങനെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ദേവദാസ് എന്നോട് പറഞ്ഞു, എനിക്ക് 5 മക്കളുണ്ട്, മൂത്ത മോൾക്ക് വളരെ പ്രായം കടന്നു, വിവാഹം നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ആ കുഞ്ഞ് വിവാഹിതയായി അവൾ ഭർത്താവിനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് സ്വപ്നം കാണാൻ എന്ന് പറയുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ പാസ്റ്ററുടെ മകളെ കല്യാണം കഴിക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി തീർത്തു. തിരുവനന്തപുരത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു കുടുംബമാണത്. എത്രയോ പ്രാവശ്യം ഒരു ഹല്ലേലൂയ വിവാഹത്തിനായി പലയിടത്തും ആഗ്രഹിച്ചു, പലരെ ആലോചിച്ചു, കല്യാണം നടന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ ഒരു നിമിഷ നേരം മതി കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ആ ദുഃഖം ഒന്ന് മാറ്റി സന്തോഷമാക്കുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. നാളുകളായി ചിരിക്കാത്തവരുണ്ട്, നാളുകളായി സന്തോഷിക്കാത്തവരുണ്ട്, ഒരു കല്യാണത്തിനെങ്ങും പോകാത്തവരുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവരുടെ വിവാഹം നടക്കാതിരിക്കുമ്പോൾ അതിന്റെ ദുഃഖം ആ കുഞ്ഞുങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പോകാത്തത്. അങ്ങനെ ഇരിക്കുന്നവര് ഹല്ലേലൂയ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു നിമിഷം മതി ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഈ വാഗ്ദത്തം ചെയ്തതെല്ലാം ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ തക്കോണം എന്റെ കരം ശക്തമാണെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റേതായ ഓരോ പ്രവൃത്തി കാണുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെ കാണുമ്പോൾ ഹല്ലേലൂയ നമ്മൾ സന്തോഷിപ്പാൻ തക്കോണം ഹല്ലേലൂയ നമുക്ക് ഇടയാക്കി തീർക്കുന്ന വലിയ കൃപകൾ ഹല്ലേലൂയ നമ്മൾ ഓരോ ദിനംതോറും ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൈവത്തിന്റേതായ ഹല്ലേലൂയ സന്തോഷവും ആ സമാധാനവും ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, പ്രസാദകാർത്തിക നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. ഞാൻ വഴികളിൽ മേയും എല്ലാ പാഴ്കുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും. അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല. മരീചികയും വെയിലും അവരെ ബാധിക്കത്തില്ല. പലതും ബാധിച്ച് ഹല്ലേലൂയ പല വേദനകളും അനുഭവിച്ച് നിൽക്കുന്ന ഹല്ലേലൂയ അനുഭവത്തിലായിരിക്കുന്നവരുണ്ട്. പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ ചിലപ്പോൾ ശരീരത്തിൽ രോഗമായിരിക്കാം, വേദനയായിരിക്കാം, കഷ്ടമായിരിക്കാം, സങ്കടമായിരിക്കാം. ഇതൊക്കെയും ശരീരത്തിലുണ്ട്. ഇനി എന്റെ കല്യാണം നടക്കുമോ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്കൊരു വഴി ഉണ്ടാകുമോ, എനിക്കിനി ഒരു ചിരി ദൈവം തരുമോ എന്നൊക്കെ ഓർത്തൊരു പക്ഷേ ഭാരപ്പെടുന്ന ഒരാളായിരിക്കാം. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നത് ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുക്കുവാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീനെന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവീനെന്ന് പറയുവാനും ഞാൻ നിന്നെ കാത്തു. അന്ധകാരത്തിന്റെ കീഴിൽ ഹല്ലേലൂയ അടച്ചുറപ്പിച്ച് ഹല്ലേലൂയ ഇനിയൊരു പുറത്തിറങ്ങണ്ട, ഇവരിനി അല്ലെങ്കിൽ ജീവിക്കേണ്ട എന്ന് ചില അന്ധകാര ശക്തികൾ ഒരുപക്ഷെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അവരെ വെളിയിൽ കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ നിയമമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഹല്ലേലൂയ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. പുത്രനാം യേശുഭൂജാതനാൻ, സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനാൻ, എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കൈലം നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കൈലം
ജീവിതം. തന്റെ ഭാവിയെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ ഭദ്രമാണെന്ന് ഓർക്കുന്നെങ്കിൽ അത് ധന്യമായ നിമിഷമാണ്. ഹല്ലേലൂയ. ആ കർത്താവ് വാഴുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഇപ്രകാരം പറയുവാനിടയിൽ നമ്മുടെ കർത്താവ് വാഴുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ജീവിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ജീവനുള്ള ഒരു ദൈവമായതുകൊണ്ട് നിന്റേതായ ഏത് വിഷയമായാലും ഏത് ഭാരമായാലും ആ തക്ക സമയത്ത് അതിന് മറുപടി തരുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ഒരു ദൈവമാണ്. ഈ രോഗവും ഈ കോവിഡും ഈ വേദനയൊക്കെ ലോകത്തിൽ നിന്ന് മായും. ഹല്ലേലൂയ. ഈ ഭൂകമ്പമോ ഈ ക്ഷാമമോ ഈ വെള്ളപ്പൊക്കമോ ഇതൊക്കെ മാഞ്ഞു പോകും, അല്ലെങ്കിൽ ഇതൊക്കെ മാറിപ്പോകും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റേതായ പ്രവൃത്തി ഇനിയും വെളിപ്പെടുവാനുണ്ടെന്ന് ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ പൈതലെ നീ ഓർക്കേണ്ടതാ. ഹല്ലേലൂയ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് വാതുക്കലായി എന്നുള്ള ഒരു സിമ്പലാണ്, ഒരു സിഗ്നലാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് പറയാനുള്ളത് ഹല്ലേലൂയ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് എല്ലായ്പ്പോഴും നമ്മൾ അറിയേണ്ടതാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തില് ഹല്ലേലൂയ 35-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കൊഴിഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുകയും മനോഭീതിയുള്ളവരുടെ ധൈര്യപ്പെടുകയും എന്ന് പറയുവാൻ ഹല്ലേലൂയ എന്നെ ദൈവം ഹല്ലേലൂയ ഒരുക്കിയെടുത്തിരിക്കുകയാണെന്ന്. തകർന്ന കൈകളെ ബലപ്പെടുത്തും. 3-ാം വാക്യം 35:3 തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കൊഴിഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുകയും മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുകയും ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ എന്ന്. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നുവരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവ് ഉല്ലസിച്ചു ഘോഷിക്കും. അപ്പൊ നോക്ക്, ഏത് തരത്തിലുള്ളതായ വിഷമ സ്ഥിതിയിലുള്ള മനുഷ്യരായാലും പറയുന്നത് ഹല്ലേലൂയ അന്ന് കണ്ണ് കാണാൻ പറ്റിയിരിക്കുന്ന ആൾക്കാരെങ്കിൽ കണ്ണ് തുറന്നു വരും. കുരുടന്മാരായിരിക്കുന്നവർക്ക് കണ്ണ് തുറന്നു വരും, ചെകിടന്മാരായിരിക്കുന്ന ചെവി അടഞ്ഞിരിക്കത്തില്ല, തുറന്നു വരും. ഇവിടെ പറഞ്ഞിരിക്കും തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും കൊഴിഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുകയും മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുകയും ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയും. തീർച്ചയായിട്ടും ദൈവം വന്ന് ഹല്ലേലൂയ നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ കർത്താവിന്റെ പേര് രക്ഷകനെന്ന. ഹല്ലേലൂയ. നമുക്ക് പൂർണ്ണമായ രക്ഷ തരാൻ വന്ന ഒരു രക്ഷകൻ. ഹല്ലേലൂയ. ആ രക്ഷ ഹല്ലേലൂയ അതിനകത്ത് നമുക്കുള്ള സകല നന്മകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരൊരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം, വേദനിക്കുന്നവരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഹല്ലേലൂയ. വിവാഹിതരാകാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്തവരെന്നെ കേട്ടുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരെന്നെ കേട്ടുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്കെല്ലാം ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞത് ഹല്ലേലൂയ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു വചനമാണ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വചനത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത് തളർന്നുപോയ കൈകളാ, അല്ലെങ്കിൽ കുഴഞ്ഞുപോയ മുഴങ്കാലുകളാ. എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മറുപടി കിട്ടുന്നില്ല. അവരെല്ലാം എന്നോട് ദൈവശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് മറുപടി കിട്ടുന്നില്ല. ഹല്ലേലൂയ. കൈകളെല്ലാം തളർന്നു പോയി, കൈയടിച്ച് പാട്ട് പാടിയിട്ട് ഇനി ഇനി എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ ഓർത്ത് കാണും. ഹല്ലേലൂയ. വേദനിച്ച് കാണും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത് ഹല്ലേലൂയ ആത്മശക്തിയാൽ ഉള്ളം നിറയ്ക്കുന്ന ഒരു ദൈവമോ, നമ്മുടെ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റുന്ന ഒരു ദൈവമോ. ഒരു പഴയ പാട്ടിപ്രകാരം, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, പെറ്റ തള്ളയെ കാളുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, ആത്മശക്തിയാലൻ ഉള്ളം നിറയ്ക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൃഷ്ടി എന്റെ മേൽ ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എന്റെ മേൽ ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവം ഓരോന്നാളിലും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അത് മാത്രമല്ല ഹല്ലേലൂയ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാരമെല്ലാം വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഭാരം വഹിക്കും. ആത്മശക്തിയാൽ എന്റെ ഉള്ളം നിറയ്ക്കുന്ന
ആത്മശക്തി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നിരാശയെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. എന്റെ ഉള്ളം നിറയ്ക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. അപ്പൊ ആത്മശക്തി നമ്മുടെ ജീവിതത്തിൽ കുറയുമ്പോഴാ നിരാശ കൊണ്ടിട്ട് ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ വഴി മാറ്റി വിടുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏലിയാവ് പ്രാർത്ഥിച്ചു, ഇപ്പോൾ മതി കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. എന്താണെന്നറിയാമോ അതിന്റെ പുറകില് ഇസബേലിന്റെ ശക്തികൾ ഹല്ലേലൂയ ഏലിയാവിന്റെ പുറകെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഏലിയാവ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ദൈവത്തിന് ഏലിയാവിനെ കൊല്ലാനല്ലായിരുന്നു ആഗ്രഹം. ഹല്ലേലൂയ ആ ഏലിയാവ് ജീവിക്കുവാൻ ഇടയത്തിരുന്നു. കാരണം മരണം കണ്ടില്ല. മരണം കൂടാതെ എടുക്കപ്പെടുവാൻ തക്കവണ്ണം അവന്റെ ആത്മശക്തി അവനെ വഴി നടത്തി. അവനോട് പറഞ്ഞു, ഹല്ലേലൂയ ഈ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. ആ കനൽമേച്ചു ആ അടയും ആ തുരുത്തിയിലെ വെള്ളവും അവൻ കുടിച്ചതിന് ശേഷമായിട്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം അവൻ നടക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. അതുകൊണ്ട് ഈ ആത്മീയ ഭക്ഷണം ഹല്ലേലൂയ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഹല്ലേലൂയ മരിക്കാൻ കൊതിക്കുകയല്ല ചെയ്യേണ്ടത്. ഹല്ലേലൂയ വേദനിച്ചുകൊണ്ടിരിക്കാൻ തകർന്നിരിക്കുവാനല്ല. ഹല്ലേലൂയ പിന്നെയും പ്രാർത്ഥിക്കുക. ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി മറുപടി തരുന്ന ദൈവമാണ്. ദൈവം എല്ലാം തക്ക സമയത്താണ് ചെയ്യുന്നത്. ഹല്ലേലൂയ തക്ക സമയത്ത്. ഹല്ലേലൂയ അതുകൊണ്ടാണ് നിങ്ങൾ തക്ക സമയത്ത് കൃപ പ്രാപിക്കുവാൻ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരിക എന്ന് നമ്മളെ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ ആ കൃപാസനത്തിനടുത്ത് വന്നാൽ ഹല്ലേലൂയ എന്തെല്ലാം സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഹല്ലേലൂയ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കൊന്നും കഴിയുന്നുണ്ട്. ആത്മശക്തിയാൽ നമ്മുടെ ഉള്ളം നിറയ്ക്കും അവന്. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം നിറയും. ഹല്ലേലൂയ ആ നിറഞ്ഞു കവിയുമ്പോഴാണ് നമുക്ക് ആനന്ദവും ആ സന്തോഷവും ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തക്കൊന്നും കഴിയുന്നത്. ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തക്കൊന്നും ഹല്ലേലൂയ അവിടുന്ന് ഇടയാക്കി തീർക്കുന്നത്. ആ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവനിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ കാരണം അവന്റെ മേലൊരു അഭിഷേകം നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ ആ അഭിഷേകത്തിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ആരും ഉപദേശിച്ചു തരുവാൻ ആവശ്യമില്ല എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ നമ്മൾ ആ കർത്താവിലാണോ വസിക്കുന്നതെന്ന് ഹല്ലേലൂയ നാം നോക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആ കർത്താവിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൈവത്തിന്റേതായ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 1 യോഹന്നാൻ 2:27 വാക്യം അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചറിയാലും അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിക്കുന്നത് പോലെ നിങ്ങൾ അവനിൽ വസിപ്പേ. അപ്പൊ ആ ദൈവം പറയുന്നത് പോലെ ഹല്ലേലൂയ ആ വചനം കേട്ട് ഹല്ലേലൂയ അവനിൽ വസിപ്പാൻ തക്കോണം ഹല്ലേലൂയ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കുന്ന ആ കൃപ. ഹല്ലേലൂയ അവനിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ ഈ ലോകത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ആ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്നിൽ വസിപ്പിൻ, നിങ്ങളുടെ എല്ലാ ദുഃഖവും അന്നേരം മാറിപ്പോകുന്ന. ഹല്ലേലൂയ ആ യേശുവിൽ വസിക്കാതിരിക്കുമ്പോഴാ അകന്നിരിക്കുമ്പോഴാ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും വേദനയും എല്ലാം കൊണ്ടുവന്നിട്ട് നമ്മളെ അകറ്റി മാറ്റുന്നത്. ആ യേശുവിലൊന്ന് വസിച്ചു നോക്കിയാ ദൈവം പറയുന്ന ശബ്ദം ഒന്ന് കേട്ടു നോക്കിക്കേ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമാണ്. അവൻ നമ്മളോട് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സമയത്തും അവൻ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാന്നൊക്കെ കഴിയും. ഹല്ലേലൂയ ഒരിക്കലും എനിക്ക് എന്റെ നാട്ടിൽ പോകണം. ഹല്ലേലൂയ എന്റെ നാട് പത്തനംതിട്ടയാണ്. അവിടെ പോകാനായിട്ട് രാവിലെ 6:15 ട്രെയിനാണ് എനിക്ക് പോകേണ്ടത്. ഒരു 4:30 മണിക്കെങ്കിലും എഴുന്നേറ്റെങ്കിലേ എനിക്ക് ആ സമയത്തിന് ആ ട്രെയിനെ കയറി പോകാൻ പറ്റത്തുള്ളൂ. എന്റെ വാച്ച് അങ്ങ് നിന്നുപോയി. അന്ന് വേറെ അവിടെ ടൈമൊന്നും അറിയാൻ വേറെ ഒന്നുമില്ല. വാച്ച് നിന്നുപോയി. എനിക്ക് സമയം അറിയത്തില്ല. വെളുപ്പിന് ഒരു 4:30 മണിയായപ്പോൾ എന്റെ ഓമന പേര് ചൊല്ലി എന്നെ ആരോ വന്നെന്ന് വിളിച്ചു. എന്റെ പേര് അമ്മണി എന്നാ എല്ലാരും വീട്ടിൽ വിളിക്കുന്ന പേര്. പക്ഷെ ആ പേര് വിളിച്ചു. എന്റെ ഒഫീഷ്യൽ നെയിം മറിയാമെന്നാ, പക്ഷെ ആ മറിയാമെന്നല്ല വിളിച്ചത്, അമ്മണി എന്നൊരു പേര് കേട്ടു. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അടുത്ത റൂമിൽ പോയി നോക്കുമ്പോൾ 4:30 മണിയായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരുങ്ങി എനിക്ക് തക്ക സമയത്ത് ട്രെയിനിൽ പോകാനിടയായി തീർന്നു. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മളോടുകൂടെ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നിൽക്കുന്ന ഒരു ദൈവം. നമുക്കൊരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ സ്ഥലത്ത് സമയത്തിന് എഴുന്നേറ്റാലേ പോകാൻ പറ്റത്തുള്ളൂ. ആ പോകുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയാൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. 6:15 ട്രെയിനിൽ അത് തന്നെയല്ല, നോർത്തിൽ വന്നിട്ട് ട്രെയിൻ കയറി വേണം പോകാനായിട്ട്. അത് സമയത്തിന് എത്തിയാലേ എനിക്കതൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് സമയത്തിന് പോകാൻ കറക്റ്റ് എന്റെ ആ വാച്ച് നിന്നിരിക്കുവാണെങ്കിലും ദൈവം വന്ന് അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു കർത്താവാണ് നമ്മളോടുകൂടി ഉള്ളത്. ഒരിക്കലും ഒരാളുടെ ഒരു സാക്ഷ്യം ഞാൻ ഇപ്രകാരം കേൾക്കുവാനിടയായി തീർന്നു.
ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് എല്ലാരും അദ്ദേഹത്തെ കുട്ടാന്നാണ് വിളിച്ചിരുന്നത്. എല്ലാരും അദ്ദേഹത്തെ കുട്ടാന്ന് വിളിച്ചിരുന്നു. പ്രായമായി വന്നപ്പോൾ വിളിച്ചിരുന്ന മാതാപിതാക്കളും വല്യപ്പനും വല്യമ്മയും അവരൊക്കെ മരിച്ചുപോയി. ആ കുട്ടാന്ന് വിളിച്ചിരുന്ന അവരെല്ലാം മരിച്ചുപോയി. അവസാനം അദ്ദേഹം അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ആയി, മക്കളുടെ മക്കളും ഒക്കെ ആയപ്പോ ഇദ്ദേഹത്തിന് ചെവി കേൾക്കത്തില്ല. അപ്പൊ പ്രായമായി അപ്പച്ചനെ അവരുടെ കൊച്ചുമക്കളെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത് പൊട്ടാന്ന്. അത് കഴിഞ്ഞിട്ട് കുറെ നാള് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അദ്ദേഹത്തിന് ഹല്ലേലൂയ ആ കുട്ടാന്നുള്ള വിളി കേൾക്കുവാനിടയായി തീർന്നു. അപ്പൊ ഈ പൊട്ടാന്നുള്ള വിളി അദ്ദേഹം കേൾക്കുന്നുണ്ട്, അതല്ല കുട്ടാന്നൊരു വിളി അദ്ദേഹത്തിന് കേൾക്കുവാനിടയായി തീർന്നു. അദ്ദേഹം പറയുന്നത് എന്റെ ദൈവം എന്നെ വിളിച്ചതെന്ന്. ആ ഓമനപ്പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മളെ ഓമനപ്പേര് ചൊല്ലിയാ പലരും നമ്മളെ വിളിക്കുന്നെങ്കിൽ ആ ഓമനപ്പേര് തന്നെ ചൊല്ലി നമ്മളെ വിളിക്കുന്ന ഒരു ദൈവമാണ്. യെശയ്യാ പ്രവചനത്തിൽ അങ്ങനെ പറഞ്ഞേക്കുന്നത്, നീ അറിയാതിരിക്കുമ്പോൾ ഞാൻ നിന്നെ ഓമനപ്പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൽ അങ്ങനെ കാണുന്നത്. ഹല്ലേലൂയ, നമ്മൾ അറിയാതിരിക്കുമ്പോഴും നമ്മളെ ഓമനപ്പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ എപ്പോഴും എനിക്ക് ഹല്ലേലൂയ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ, അത് തന്നെയല്ല അവന്റെ കരസ്പർശം അനുഭവിപ്പാൻ തൊക്കെയാണ്. ഹല്ലേലൂയ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉണർത്തുന്ന സമയങ്ങളൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ചില സമയത്തൊക്കെ ഹല്ലേലൂയ ഒരു ദിവസം വേദനയായി എനിക്ക് ശരീരത്തിൽ നല്ല സുഖമില്ലാതെ ഞാനിങ്ങനെ തിരിഞ്ഞു കിടക്കുമ്പോൾ എന്റെ കയ്യിൽ ആരോ വന്ന് തൊട്ടതുപോലെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ മുറിയിലെങ്ങും ആരുമില്ല. ആരോ എന്നെ തൊട്ടു, എനിക്കതറിയാം. തൊട്ട് കഴിഞ്ഞ് തിരിഞ്ഞു കിടക്കുമ്പോൾ എന്റെ ആ അസ്വസ്ഥത അങ്ങ് മാറിപ്പോവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ, എപ്പോഴും എന്റെ കർത്താവ് എന്റെ അടുത്ത് വന്നിരിക്കുന്ന എനിക്ക് കാണുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇടയാക്കിയിട്ടുണ്ട്. ആ ശബ്ദം കേൾക്കുവാൻ എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, അതൊക്കെ എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ട് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിരിക്കുന്ന ആരും ഉപദേശിച്ചു തരേണ്ട ആവശ്യമില്ലെന്ന്. ഹല്ലേലൂയ, അതുകൊണ്ട് ഹല്ലേലൂയ ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിക്കുന്ന പോലെ നിങ്ങൾ അവനിൽ വസിക്കുകയും എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തന്നെ ഹല്ലേലൂയ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഹല്ലേലൂയ യോഹന്നാന്റെ ലേഖനത്തിൽ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനം 3-ൽ പറഞ്ഞേക്കുന്ന അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ, ആ തന്നെ നിർമ്മലീകരിച്ച് ഹല്ലേലൂയ അവനിൽ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തക്കോണം ഹല്ലേലൂയ നമുക്ക് കഴിയും. അവനിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും ഹല്ലേലൂയ വസിക്കും എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ ശക്തിയും ഹല്ലേലൂയ അതിന്റെ സന്തോഷവും അതിന്റെ ആനന്ദവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നു വരുവാനിടയായി തീരും. ഹല്ലേലൂയ, തീത്തോസിന്റെ ലേഖനം അതിന്റെ 2:11 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ, തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്ത ഹല്ലേലൂയ ഒരു സ്വർഗീയ കർത്താവായിരുന്ന പകൽക്കാലം നമുക്കുള്ളത്. ഹല്ലേലൂയ, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഹല്ലേലൂയ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ഈ ഭാഗ്യകരമായ പ്രത്യാശ നിങ്ങൾക്ക് തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും എല്ലാം വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും കൂടെ ജീവിച്ചു പോരണമെന്നാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ കൃപ എത്ര വലിയതാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര സ്നേഹം നിറഞ്ഞതാണ്. ഹല്ലേലൂയ, ആ ദൈവത്തിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ 100 വയസ്സുള്ള അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത് ഹല്ലേലൂയ ഞാൻ നിനക്ക് ഹല്ലേലൂയ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഹല്ലേലൂയ നിനക്കൊരു ഹല്ലേലൂയ സന്തതിയെ തരുമെന്ന് ദൈവം അബ്രഹാമിനോട് 99-ാമത്തെ വയസ്സിലാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണത് സാധിച്ചതെന്ന് യോബിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവന്റെ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടിവെക്കും, അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും.
അവൻ വിചാരിച്ചോ ഒരിക്കലെങ്കിലും ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ഒരു യങ്ങായി തീരുമെന്ന്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായി തീരുമെന്ന് ഒരിക്കലും അബ്രഹാമിന് വിചാരമില്ലായിരുന്നു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഹല്ലേലൂയ പറയുകയാണ്. അപ്പോൾ അവന്റെ ദേഹം യൗവന ചൈതന്യത്താൽ പുഷ്ടിവെക്കും, അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞു വരും, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ അവങ്കൽ പ്രസാദിക്കും, തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും. കണ്ട, നിങ്ങൾ അവനിൽ വസിക്കുന്നുവെങ്കിൽ, ആ തിരുമുഖത്തെ സന്തോഷത്തോടെ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാകുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനം വളരെ ശ്രേഷ്ഠമായിട്ടാണ് നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. ആ യൗവന ചൈതന്യത്താൽ അവൻ പുഷ്ടി വയ്ക്കുന്ന. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ പറയുന്നത് പോലെ തന്നെ യൗവനത്തിൽ ഹല്ലേലൂയ യൗവനത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. 90 വയസ്സും 100 വയസ്സുമുള്ള രണ്ടുപേരെ ചൈതന്യത്തിൽ ഹല്ലേലൂയ ആ യൗവനത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ ഇടയിത്തരുന്നു. ദൈവത്തിന്റെ അത്ഭുതം നടക്കുവാൻ അങ്ങനെയൊക്കെയാണ്. ഹല്ലേലൂയ. ആ 42 വയസ്സുള്ള പ്രിയ സഹോദരിയെ എങ്ങാക്കി തീർത്തിട്ട കർത്താവ് ഹല്ലേലൂയ ആ വിവാഹം നടക്കുവാൻ ഇടയിത്തരുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ഹല്ലേലൂയ. പ്രായമുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് കല്യാണം കഴിക്കുമോ? അതുകൊണ്ട് ആ പ്രായം ഒരു ചെറുതായിട്ട് തന്നെ തോന്നുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ട ഹല്ലേലൂയ 42 വയസ്സുള്ളവൾക്ക് ആ അത്ഭുതമായ കല്യാണം നടക്കുവാൻ ഇടയായി തീർന്നത്. അതുപോലെ നമ്മൾ വിചാരിക്കുമോ എനിക്ക് 35 38 നമ്മളിങ്ങനെ വേദനപ്പെട്ട് അല്ലെങ്കിൽ ദുഃഖിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അതൊന്നും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു വിഷയമല്ല. ഹല്ലേലൂയ. ഒരു ചെറിയ കാര്യമല്ല. ഹല്ലേലൂയ. എത്ര പ്രായം കടന്നുപോയാലും ഹല്ലേലൂയ യൗവന ചൈതന്യത്താൽ ഹല്ലേലൂയ അവരെ താഴേക്ക് കൊണ്ടുവന്ന് ആ ബാല്യപ്രായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിവുണ്ട്. പ്രായം മേളിലോട്ട് പോകുന്നുവെന്ന് കണക്ക് കാണിച്ചാലും ഹല്ലേലൂയ ആ കണക്കൊന്നും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നുമല്ല. ഹല്ലേലൂയ ഒരു ദിവസം 1000 സംവത്സരം പോലെ കരുതുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ പ്രായം കടന്നുപോയെന്ന് ഓർത്ത് വേദനപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ ദൈവത്തിന്റേതായ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഇന്ന് തന്നെ എന്റെ ദൈവത്തിന് ഹല്ലേലൂയ ഈ അത്ഭുതം നടക്കുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അവനിൽ വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഭക്തിയേടും പ്രപഞ്ച മോഹങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഉയരത്തിൽ നിന്നുള്ള ദാനം ഹല്ലേലൂയ അതൊക്കെയാണ് ഉയരത്തിൽ നിന്നുള്ള ദാനം. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ ആ ഉയരത്തിൽ നിന്നുള്ളത് ശാന്തതയും സമാധാനവും സന്തോഷവുമാണ്. ഹല്ലേലൂയ. അല്ലാത്തതൊക്കെ എന്തുവാ? പ്രാകൃതവും പൈശാചികവുമായതാ ഈ ലോകത്തിലെ ശക്തികളൊക്കെ. എന്നാൽ അതെല്ലാം മാറ്റിയെടുത്തിട്ട് ഹല്ലേലൂയ ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വരുവാൻ തൊക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ആ സ്വർഗീയ കരമാണ് ഹല്ലേലൂയ നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തൊക്കണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വേദഭാഗങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ യോശുവയോട് പറയാ ഹല്ലേലൂയ നിന്റെ മേൽ ഹല്ലേലൂയ അവന്റെ മേൽ പകർന്നിരിക്കുന്ന ആ സ്വർഗീയ ഒരു അഭിഷേകം ഹല്ലേലൂയ ആ യോശുവയുടെ മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ യോശുവയ്ക്ക് ഹല്ലേലൂയ ആ ദൈവത്തിന്റെതായ കൃപ ഹല്ലേലൂയ ധാരാളമായി പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ നിൽപ്പാൻ തക്കവണ്ണം കഴിഞ്ഞു. ഇസ്രായേൽ മക്കളെ വഴി നടത്തുവാൻ മോശ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഒരു അഭിഷേകം ഹല്ലേലൂയ ആ യോശുവയുടെ മേൽ പകർന്നു കൊടുത്തിട്ട് ദൈവം ഇപ്രകാരമാണ് പറയുന്നത്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല, ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്നും അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. അതുകൊണ്ട് ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ഭ്രമിച്ചു പോകണ്ട. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവം നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ ഒരു ശക്തിയാൽ നമ്മളെ ദൈവം നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ ഒരു പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്. അഭിഷേകം പകർന്നിടുക, അഭിഷേകം പകർന്നിടുക, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ.
അഭിഷേകം പകരുക ഹല്ലേലൂയ. അപ്പോൾ പുതുശക്തി പ്രാപിക്കുവാനാണ് ദൈവത്തിന് സ്തോത്രം ഈ അഭിഷേകം പകരുന്നത്. അതുകൊണ്ട് എനിക്ക് അന്ധകാര ശക്തികളെ ജയിക്കുവാൻ തക്കോണം ഹല്ലേലൂയ ആ കൃപ മതി ഹല്ലേലൂയ. ആ കൃപയാൽ ഹല്ലേലൂയ ഈ അന്ധകാര ശക്തികളൊക്കെയും ഹല്ലേലൂയ ആ മാറ്റിയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെതായ കൃപ പ്രാപിച്ച് ഹല്ലേലൂയ ധൈര്യം പൂണ്ട് ഹല്ലേലൂയ നമുക്ക് ജീവിപ്പാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കും ഹല്ലേലൂയ. ആ വലിയ ശക്തികൾ ഹല്ലേലൂയ, അന്ധകാര ശക്തികള്, ഇസബേലിന്റെ ശക്തികള് ഹല്ലേലൂയ അനേകരെ ഹല്ലേലൂയ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ ഏലിയാവിന്റെ മേൽ പകർന്നിരിക്കുന്ന ആ അഭിഷേകം ഹല്ലേലൂയ അവനെ മുൻപോട്ട് പോകുവാൻ തക്കോണം ഹല്ലേലൂയ അവനെ വഴി നടത്തി ഹല്ലേലൂയ. ഇന്നും ഹല്ലേലൂയ ദൈവത്തിന്റെ കരം ശക്തമായി ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഹല്ലേലൂയ. അവനിൽ വസിപ്പീൻ ഹല്ലേലൂയ. അവനിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ പറഞ്ഞിരുന്ന ആലോചന എല്ലാം നമുക്ക് കേൾക്കുവാൻ തക്കോണം കഴിയും ഹല്ലേലൂയ. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലനായിരുന്നിട്ടുണ്ട് ഹല്ലേലൂയ. നമ്മൾക്ക് അവനോടുകൂടെ ചേർന്ന് ഹല്ലേലൂയ എല്ലാ സന്തോഷവും എല്ലാ ആനന്ദവും പ്രാപിപ്പാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസവും വഴി നടത്തും ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആലോചന കേട്ട് ഹല്ലേലൂയ അവൻ നമ്മളോട് വിളിച്ച് ഹല്ലേലൂയ ആ സംസാരിക്കുന്നതൊക്കെ കേൾക്കുവാൻ തക്കോണം ദൈവം നമുക്ക് ഇടയാക്കി തീർക്കും. ഏത് കൂരിലിന്റെ താഴ്വരയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും ഹല്ലേലൂയ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഹല്ലേലൂയ. നമുക്കറിയാം ഏത് കൂരിലിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോയാലും ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഹല്ലേലൂയ അത്യുന്നതന്റെ മറവിൽ വസിക്കുവാന് ആ സർവശക്തന്റെ നിഴലിൽ പാർക്കുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കും ഹല്ലേലൂയ. നമ്മളെ ശക്തീകരിക്കുന്ന പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയുവാനുള്ളത് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ ആലോചന കേട്ട് ഹല്ലേലൂയ നമുക്ക് മുൻപോട്ട് പോകാൻ തക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അവൻ ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞിരുന്ന ദൈവമാ. ആ പാട്ടുകാരൻ പറഞ്ഞ പോലെ ദൃഷ്ടി എന്റെ മേൽ വെച്ച് ഇഷ്ടമായി നോക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആത്മശക്തിയാൽ നമ്മുടെ ഉള്ളം നിറച്ച് ഹല്ലേലൂയ നമ്മളെ ധൈര്യം കൊണ്ട് നടക്കുവാൻ തക്കണം ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കും ഹല്ലേലൂയ, നമ്മളെ ശക്തീകരിക്കും. അതുകൊണ്ട് പറഞ്ഞത് അവർ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ഭ്രമിച്ചു പോകുന്ന അവസ്ഥയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഭ്രമിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഹല്ലേലൂയ. നമ്മളെ താങ്ങുവാനൊരു നീതിയുള്ള വലം കൈ ഉണ്ടെന്ന് ഹല്ലേലൂയ, നമ്മുടെ പുറകിലൊരു കരമുണ്ടെന്നുള്ളത് ഹല്ലേലൂയ നമ്മൾ ധൈര്യത്തോടെ ഓർക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവത്തിന്റെ കൈ എന്നോടുകൂടി ഉണ്ട് ഹല്ലേലൂയ. എന്നെ ബലപ്പെടുത്തുവാൻ, എന്നെ വഴി നടത്തുവാന്, എനിക്ക് ആലോചന പറഞ്ഞു തരുവാന് ഈ കരം ശക്തമാണെന്ന് നിങ്ങൾ എല്ലാവരും ഉറക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും എല്ലാം വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും കൂടെ ജീവിച്ചു പോരുവാൻ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്ന നമുക്ക് ഭാഗ്യകരമായ രക്ഷ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഹല്ലേലൂയ. എല്ലായിടത്തും പറയുന്ന പോലല്ല, ദൈവത്തിന്റെ വചനത്തിൽ ഭാഗ്യകരമായതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ. ആ ശ്രേഷ്ഠ പദവിയിലെ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ എനിക്ക് അത്ഭുതം നടന്നാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ ദൈവത്തെ തന്നെ സേവിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ലയോ, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനെ, വാക്ക് മാറാത്തവന്. അവൻ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാ. ഒരിക്കലും നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം മാറിപ്പോകത്തില്ല, ഒരിക്കലും അത് വിട്ടുപോകത്തില്ല. നമ്മളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം ഹല്ലേലൂയ എത്ര കുഴിയിലോ എത്ര മരണത്തിന്റെ കണികളിലോ ചെന്നുപെട്ടാലും ഹല്ലേലൂയ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരുവാൻ തക്കോണം ശക്തനായ ഒരു ദൈവമാണ്. ഇന്നലെ ഒരു ദേവദാസന്റെ സാക്ഷി പ്രകാരം കേൾക്കുവാനിടയിൽ തീർന്നു ഹല്ലേലൂയ. ഒരു ഷോക്കടിച്ച് ഹല്ലേലൂയ ഒരു കുഞ്ഞ് ഹല്ലേലൂയ മരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞു, ഇല്ല, ആ കുഞ്ഞ് മരിക്കത്തില്ല, ആ കുഞ്ഞിനെ കുറിച്ച് വലിയ വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ കുഞ്ഞ് മരിക്കില്ല. പെട്ടെന്ന് കരണ്ട് പോയി, ആ കുഞ്ഞ് തെറിച്ചു വീണ് ഹല്ലേലൂയ ആ കുഞ്ഞ് ജീവൻ രക്ഷിക്കുവാൻ ഇടയിത്തീർന്നു ഹല്ലേലൂയ. ഷോക്കടിച്ച് താഴെ വീണിട്ടും ഹല്ലേലൂയ ആ കുഞ്ഞിന് ഒരു കേടും പറ്റിയിട്ടില്ല. ഇന്നും ആ കുഞ്ഞ് ആ വലിയ ആളായി ഹല്ലേലൂയ കർത്താവിന്റെ വചനം സംസാരിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൈവദാസനായി തീർന്നിരിക്കുന്നു ആ കുഞ്ഞ് ഹല്ലേലൂയ. അപ്പോ നോക്കുക, ആ ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ മേലുള്ളപ്പോൾ ഹല്ലേലൂയ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ജീവിപ്പിക്കുന്ന ഒരു ശക്തി ഹല്ലേലൂയ, ഒരു വലങ്കരം ഹല്ലേലൂയ നമ്മുടെ മേലവും വെച്ചിട്ടുണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഏത് വേദന നിറഞ്ഞ അനുഭവത്തിൽ കൂടെ കടന്നു പോയാലും ഹല്ലേലൂയ ആ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ നമ്മൾ മന്ദതയുള്ളവരാകണ്ട ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് എന്തൊക്കെയാണ്
വാഗ്ദത്വം ആവശ്യമായിരിക്കുന്നു കർത്താവെ. ആ വാഗ്ദത്വം എല്ലാം, എന്നോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്വം എല്ലാം നിറവേറുവാൻ തക്കോണം എന്നെ നീ സഹായിക്കുമാറാകണം. നമുക്ക് ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ മടുത്തു പോകണ്ട. പിന്നെയും നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നിങ്ങൾക്ക് ആലോചന പറഞ്ഞിരുന്ന നല്ല ആലോചനക്കാരനാണ് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ വേദനിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് കേൾക്കുന്നതെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായിട്ടും നിങ്ങളെ ബലപ്പെടുത്തുവാൻ സ്വർഗീയകാരം ഇറങ്ങി വരുന്നത് ഹല്ലേലൂയ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ടും കഴിയും. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ പകൽക്കാലം കർത്താവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിന്റെ കരങ്ങൾ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അവരെ കർത്താവെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കോണം കർത്താവെ നീ എല്ലാവരെയും സഹായിച്ചല്ലോ. ഹല്ലേലൂയ ഇനിയും കേൾക്കാനും കാണാനും പോകുന്നവരെ എല്ലാം നിന്റെ കരങ്ങൾ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഏത് വേദനയിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളാണ് ഇത് ഹല്ലേലൂയ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ കർത്താവെ ഇന്ന് പകൽക്കാലം അവരെ രക്ഷിപ്പാൻ നീ ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം ഹല്ലേലൂയ ഞങ്ങളെ ഇരിക്കുന്നു. നിന്റെ വചനത്തെ ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ തന്നെത്താനെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കോണം ഹല്ലേലൂയ എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കണമേ. ജീവിതത്തിൽ വേദനയോടും കൈപ്പോടും കൂടെ നിൽക്കുവാനല്ല, നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. എന്റെ രട്ടഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ആ ദുഃഖം അനുഭവിച്ച് ഹല്ലേലൂയ ആ രട്ടെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സന്തോഷം ഉടുപ്പിക്കുമാറാകണമേ. ഒരു നിമിഷ നേരം മതി കർത്താവെ നിന്റെ പ്രവൃത്തി അവർക്ക് കാണുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് ഹല്ലേലൂയ അബ്രഹാമിന്റെ ജീവിതത്തിൽ അവൻ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നതുപോലെ ഇന്ന് പകൽക്കാലം അതിന് അത്ഭുതത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇറങ്ങുവാൻ ഹല്ലേലൂയ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുമ്പോൾ കർത്താവെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ സ്വർഗീയ അഭിഷേകം ഹല്ലേലൂയ ഓരോരുത്തരുടെ മേലും നിറയുന്നത് കാണുവാൻ സ്വർഗം ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ കൂരലിന്റെ താഴ്വരകൾ മാറിപ്പോട്ടെ, രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ കർത്താവെ. അത്ഭുതത്തിന്റെ വഴികൾ തുറന്നു വരട്ടെ കർത്താവെ. ഹല്ലേലൂയ ബന്ധനത്തിലായിരിക്കുന്നവരെ ബന്ധനത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കുവാൻ തക്കോണം തലമുറകളെ കർത്താവെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഏത് തരത്തിലുള്ള വേദനകളാണ് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് ഹല്ലേലൂയ, ഏത് തരത്തിലുള്ള സങ്കടമാണ് അവർ അനുഭവിക്കുന്നത് ഇന്ന് പകൽക്കാലം നീ അവരെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ ഭാവി ധന്യമായി തീരുവാനും ഒരിക്കലും കർത്താവെ ശത്രുവിന്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുവാനല്ല ഹല്ലേലൂയ അവിടുന്ന് വിടുതൽ പ്രാപിച്ച് ഹല്ലേലൂയ ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായ സ്വർഗീയ അനുഭവത്തിൽ ജീവിപ്പാൻ തക്കണം. എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൂരത്തും ചാരത്തും ഹല്ലേലൂയ ഒരുപോലെ ക്രിയ ചെയ്യുന്ന ദൈവത്തിന്റെ വചനം ഓടിച്ചെന്ന് കർത്താവെ ഹല്ലേലൂയ വിടുതൽ കൊടുക്കുന്ന ദൈവത്തിന്റെ വചനം, അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം എല്ലാ ജീവിതങ്ങളുടെ മേലും ക്രിയ ചെയ്യുവാൻ തക്കണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. വരും ദിവസങ്ങൾ കർത്താവെ ദൈവം പ്രാർത്ഥന കേട്ടു എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു ഹല്ലേലൂയ പറയത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ നീ സഹായിക്കണമേ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഇന്ന് പകൽക്കാലം നീ തൊട്ടുകൊണ്ടിരിക്കുക സ്തോത്രം, നീ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം കർത്താവെ. പരിശുദ്ധാത്മാവ് അങ്ങനെ നടത്താൻ പോകുന്നതിനായി സ്തോത്രം ഹല്ലേലൂയ. ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട് വിടുവിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയേറെ നാമത്തെ താഴ്മയോട് യാചിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്ത് തന്നെയായിരുന്നാലും ഹല്ലേലൂയ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ അനേകര് വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ ആ വിളിക്കുന്നവർക്കൊക്കെ ഹല്ലേലൂയ ദൈവം മറുപടി കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വരും ദിവസങ്ങൾ കർത്താവ് ഹല്ലേലൂയ അത്ഭുതത്തിന്റെ കരം ആ കുടുംബങ്ങളിലെല്ലാം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് തക്ക സമയത്ത് ഹല്ലേലൂയ തക്ക തുണ കൊടുക്കുവാൻ കഴിയുന്ന കർത്താവ് തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചെന്നുള്ള സാക്ഷ്യം കേൾക്കുവാൻ തക്കണം ഈ ദിവസങ്ങൾ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ